ഹലോ ഗൈസ്. അപ്പം നമുക്ക് സി ജെ പിനെ പറ്റി സംസാരിക്കാം. സി ജെ പി എന്ന് പറയുമ്പം ആരാണ് ഇത് സ്ഥാപിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഇപ്പോഴത്തെ അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴവരെന്താണ് ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള തുടക്കം എന്താണ്, നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയാലോ. സി ജെ പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് പാറ്റകളുടെ പാർട്ടി. ഇത് സ്ഥാപിച്ചത് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷനിൽ ബിരുദം എടുത്തിട്ടുണ്ട്. നിലവിൽ കാനഡയിലാണ്, പക്ഷെ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നിലവിലത്തെ ഉദ്ദേശം? ഇവരുടെ ഈ നിലവിലത്തെ ഉദ്ദേശം എന്നാണെന്നറിയോ? വേറൊന്നുമല്ല, നിലവിൽ ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം നടത്തുക. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഇദ്ദേഹത്തിന്റെ രാജിയാണ് ഇപ്പോഴത്തെ ആവശ്യം. ഒരു പുതിയ തുടക്കത്തിനായിട്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ 20 മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത്. അതിന്റെ എണ്ണം കൂട്ടാം, നിങ്ങൾക്കും പോയി ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം പിന്നിലുള്ള തുടക്കം എങ്ങനെയാണ്, നമുക്കത് നോക്കിയാലോ. ഈ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അദ്ദേഹം പറഞ്ഞു, ഒരു ഉപകാരമില്ലാത്ത പാറ്റകളെ പോലെ കുറെ യുവതലമുറയുണ്ട്, യുവതി യുവാക്കളുണ്ട്. ഇവര് ഒരു തൊഴിലുമില്ലാത്ത ഇവര് മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കും. ഒരു ഒന്നൊന്നര പ്രതികരണമായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ പിന്നെ വന്നത്. അദ്ദേഹം പിന്നെ തടുതപ്പാനായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റില്ല. നമ്മുടെ ജെൻസികളും ലേറ്റ് മില്ലേനിയേഴ്സും എല്ലാം കൂടി സോഷ്യൽ മീഡിയ അങ്ങ് പിടിച്ചടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ നമ്മൾ കാണുന്നത് സി ജെ പിയുടെ രൂപീകരണമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടിയുടെ തുടക്കം. ഇനി നമുക്ക് ഇവരുടെ നയങ്ങളെ പറ്റി നോക്കാം. അപ്പോൾ ഇവര് അധികാരത്തിൽ വരികയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട് ഈ സി ജെ പി പാർട്ടി. അതായത് ഒന്നാമത്തെ കാര്യം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുകൾക്ക് വിരമിക്കൽ ആനുകൂല്യമായി നൽകുന്ന രാജ്യസഭാ സീറ്റ് നിർത്തലാക്കും. മറ്റൊന്നാണ്, ഒരു പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണെങ്കിൽ അത് ഭീകരപ്രവർത്തനമായി കണക്കാക്കി അതിന് അധികാരികൾക്ക് വേണ്ടത്ര ശിക്ഷ നൽകും. മറ്റൊന്നാണ്, രാജ്യസഭയിലും പാർലമെന്റിലും ഒക്കെ സ്ത്രീ പ്രാതിനിധ്യം 50% മാറ്റും. മറ്റൊന്ന്, കൂറുമാറുകയാണെങ്കിൽ, അതായത് MLA യോ MP യോ കൂറുമാറുകയാണെങ്കിൽ 20 വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനോ അധികാര സ്ഥാനങ്ങളിലേക്ക് നിൽക്കാനോ, ആ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച് അതിൽ നിൽക്കാനോ കഴിയുകയില്ല. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ന്യൂ ജെൻ പാർട്ടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തോ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കൂടെ എന്നെയും കൂടെ ഫോളോ ചെയ്യണേ. അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.